വമ്പൻ സാധനം വരുന്നുണ്ട്. ഈ വെയിറ്റുള്ള ബോക്സാണ്. പിന്നെ ഈ സംഭവം, പിന്നെ ഈ ക്യൂട്ടായിട്ടുള്ള ടെഡി വെയറും വരുന്നുണ്ട്. ടെഡിയല്ല, പണിയാണ്. ഓക്കെ, എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ജേർണൽ ബുക്ക്. എനിക്ക് ഹലോ കിറ്റിയുടെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഫേവററ്റ്, ഓൾ ടൈം ഫേവററ്റ്. ദിസ് ഈസ് മൈ ഓൾ ടൈം ഫേവററ്റ്. ഇതാണ് സ്റ്റോറി ബുക്സ്. പിന്നെ ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഇതെന്ന് വെച്ചാൽ ഏൻഷ്യൻ വേൾഡിനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സംഭവം കൂടെയാണ് ഇത് ചിൽഡ്രൻസിൻ്റെ എൻസൈക്ലോപീഡിയയാണ്. മാത്രമല്ല ഈജിപ്തിനെ കുറിച്ചും കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 4 സംഭവങ്ങളെക്കുറിച്ചേ പറയുന്നുള്ളൂ. അത് അത്ര വലിയ കാര്യമാണ്. പിന്നെ ഈ സ്റ്റിക്കേഴ്സ്, പിന്നെ ട്രാൻസ്പെറൻറ്റ്, ഇതിൽ നല്ല സ്റ്റോറേജ് ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ 5 പെൻസിൽസ് വയ്ക്കാനുള്ള സ്ഥലവും ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ പിന്നെ സ്റ്റിക്കേഴ്സാണ്. അത് മാത്രമല്ല ഒരെണ്ണം കൂടെ ഉണ്ട്, 2 എണ്ണം ഉണ്ടത്. അപ്പം 3 സ്റ്റിക്കേഴ്സാണ്. അത് പോയേക്കാം. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഇതാണെങ്കിൽ കളർ മാറ്റും. ലാസ്റ്റ് വൺ ആണെങ്കിലേ ലാസ്റ്റ് അത് ചാർജ് ഇല്ല. പിന്നെ ക്ലിപ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം നല്ല പോലെ ക്ലിപ്സ് ഇപ്പോൾ ഉണ്ട്. അവൾ അയച്ചെന്നല്ലോ എൻ്റെ ഫ്രണ്ട്. പിന്നെ ഹൈലൈറ്ററാണ് ഹൈലൈറ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ്. ഇത്രയും സാധനങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. നമുക്കിതിനൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് ചീത്തയാണോ നല്ലതാണോ നോക്കണ്ടേ. ഇത് നല്ലതാണ്. പിന്നെ നമുക്ക് പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇത് പെന്നാണ്. ഇതേ വേറൊരു കിട്ടും. പിന്നെ ലിപ് ബാം, ഇതൊന്ന് തേച്ച് നോക്കാം. നല്ല കളറാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 2 മുടി കെട്ടാനുള്ള സംഭവം. പിന്നെ ഇതറിയാലോ നിങ്ങൾക്ക്, കിൻഡർ ജോയിൽ അവൾക്ക് കിട്ടിയ സംഭവം. ഇത് ടോയ്, അത് അവൾക്ക് എനിക്ക് അയച്ചു തന്നു. അത് അവൾ എനിക്ക് അയച്ചു തന്നു. പിന്നെ യൂണിക്കോൺസ് ഇഷ്ടമാണെന്ന് അവൾക്ക് പ്രത്യേകം അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഈ ക്യൂട്ടായിട്ടുള്ള യൂണിക്കോൺ കിച്ചി വാങ്ങിച്ചു തന്നു. പിന്നെ ഈ ഷെൽസ്, ഇതെന്തോത്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും വിളിച്ച് ചോദിച്ച് നോക്കാം. പിന്നെ 3 സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ. അപ്പം സ്റ്റിക്കേഴ്സിൻ്റെ പൂരമായി. പിന്നെ ഉള്ളത് ഇത് തീർന്നു വിചാരിക്കല്ലേ, ഒട്ടക്കണക്കിന് മാർക്കേഴ്സ് ആയുള്ള അയച്ചിരിക്കുന്നത്. അമ്മേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബാഗ് ആണ്. ഇത് മാത്രമല്ല ഇത്. പിന്നെ ലാസ്റ്റായിട്ട് വരുന്നത് ഈ 2 കർച്ചീഫ്സാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു തന്നു. ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ്, അതുകൊണ്ട് അവൾ ചുമ്മാ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. പിന്നെ എൻ്റെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളവർ ലൈക്ക് ചെയ്യുക. ഞാൻ പക്ഷേ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ച് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് നോക്കിയപ്പോൾ അവൾ പറയുക, ഇല്ല ഇനിയും ഉണ്ട്, 5 ടീഷർട്ട്സ് നിനക്ക് വെളിയിടാൻ ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കണ്ണു തള്ളിപ്പോയി. എന്തായിരുന്നാലും എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഉറപ്പായിട്ടും താങ്ക്സ് പറയും. അപ്പോൾ അത് വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.